ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 20ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഹെവൻലി ഫയർ ട്രിപ്പിൾ ഷൂ ആൻഡ് ചേഞ്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി യൂണറിന്റെ കൂടെ പോകുന്ന യാണിനെയാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ യൂണർ യാണിനോട് ചോദിക്കുകയാണ്, ഈ സ്ഥലം നിനക്ക് പരിചയമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? യാൺ അപ്പോൾ ഈ സ്ഥലത്ത് നീ മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ യൂണർ പറയുന്നത് വേറൊന്നുമല്ല, യാണിന്റെ വീടിന്റെ പുറകിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. യാണിന് ശക്തി നഷ്ടപ്പെട്ട സമയത്തൊക്കെ യാൺ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്തത് അവിടെ വെച്ചായിരുന്നു. യൂണർ അതെല്ലാം എത്തി നോക്കുമായിരുന്നു. അന്ന് യാണിന് അത്രയ്ക്ക് ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു യൂണറിന്റെ സാന്നിധ്യം മനസ്സിലാവാതിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ യൂണർ പറയുന്നു. ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ യാൺ പറയുകയാണ്, അന്ന് ഒരുപാട് നിരാശയിലേക്ക് വീണു പോയ ഞാൻ എല്ലാം ഉപേക്ഷിക്കാമെന്ന് കരുതിയതായിരുന്നു. യൂണർ പറയുകയാണ്, പക്ഷെ എല്ലാത്തിനെയും നീ അതിജീവിച്ചില്ലേ? അതാണ് പറയുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അന്ന് നീ കഠിന പ്രയത്നം ചെയ്യുന്നത് നിർത്തിയിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് ആർജിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇതേപോലെ തന്നെ മെഡിസിൻ എൽഡറിനെയും നിനക്ക് രക്ഷിക്കാനാകും. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് മാത്രം നമ്മൾ കരുതരുത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അത് യാണിന് ശരിക്കും ഒരു നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യൂണറിനോട് യാൺ നന്ദി പറയുന്നു. അതിനുശേഷം കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് ആ സ്ഥലത്ത് അവർ അന്വേഷണം നടത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന അരുവിയിൽ നിന്നൊക്കെ അവർ പരസ്പരം വെള്ളം തെറിപ്പിച്ചൊക്കെ കളിക്കുന്നു. രാത്രിയിലാകട്ടെ അടുത്തുള്ള സ്ഥലത്ത് തീ കൂട്ടി അവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അവരുടെ ഡെസ്റ്റിനേഷന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. രാത്രിയിൽ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം യാത്ര തുടരാമെന്ന് അവർ തീരുമാനിക്കുന്നു. ആ സമയത്ത് യാണിന്റെ കാല് വലിച്ചു നീട്ടി യാണിന്റെ തുടയിൽ കടന്നുകൊണ്ട് യൂണർ പറയുകയാണ്, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? യാൺ അപ്പോൾ എനിക്ക് കഥയൊന്നും അറിയില്ല എന്ന് പറയുന്നു. യൂണർ അപ്പോൾ പറയുകയാണ്, നമ്മൾ അവസാനമായിട്ട് പിരിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് നീ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും, ഒരുപാട് കൂട്ടുകാരെ നേടിയിട്ടുണ്ടാകും. എനിക്കതിനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. യാൺ അപ്പോൾ അതൊരു നീണ്ട കഥയാണെന്ന് പറയുന്നു. യൂണർ അത് കേട്ട് നീണ്ട കഥയാണെങ്കിൽ നല്ല കാര്യമെന്ന് പറയുന്നു. അത് കേൾക്കണമെന്ന് തന്നെ അവൾ ആഗ്രഹിക്കുന്നു. യാൺ അപ്പോൾ അവന്റെ ജീവിതത്തിൽ നടന്ന കഥകളൊക്കെ പറയാൻ തുടങ്ങുന്നു. ഡീമൻ ഫ്ലെയിം വാലിയിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ കഥ തുടങ്ങുമ്പോഴേക്കും യാണിന് ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു. കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്കും യാൺ ഉറങ്ങിപ്പോയിരുന്നു. യൂണർ അപ്പോൾ പറയുകയാണ്, എന്തു വേഗത്തിലാണ് സമയങ്ങൾ കടന്നു പോകുന്നത്. ചെറുപ്പമായിരുന്ന സമയത്ത് നിന്റെ ഫാദർ ദാവോ ടെക്നിക്കുകൾ പഠിക്കാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുമായിരുന്നു. ഒരുപാട് ഹോംവർക്കുകൾ തരുമായിരുന്നു. ആ സമയത്ത് ദിവസങ്ങൾ പെട്ടെന്ന് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ശരിക്കും ഞാൻ ഖേദിക്കുന്നുണ്ട്. കാരണം വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ദിവസങ്ങളൊക്കെ കഴിയാതിരുന്നെങ്കിൽ എന്നാണ്. അവസാനമില്ലാത്ത ഒരു കഥ പോലെ എപ്പോഴും ഒന്നിച്ചായിരുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ശേഷം യൂണർ തുടർന്ന് പറയുകയാണ്, വലുതായി കഴിഞ്ഞപ്പോൾ നിനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി, എനിക്കും ഗൂക്ലാനിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി. നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഒന്നു ചേരുന്നത് അസാധ്യമായതുപോലെ തോന്നുന്നു. അതിനുശേഷം യാണിന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നോക്കുമ്പോഴാണ് യാൺ ഉറങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നത്. യാണിനെ ശല്യപ്പെടുത്താതെ യാണിന്റെ തുടയിൽ കിടന്നുകൊണ്ട് യൂണറും ഉടനെ തന്നെ ഉറങ്ങുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു സംഘം ആളുകൾ അവരെ കാണുകയും അവരുടെ കയ്യിലുള്ള പ്രത്യേകതരം ആയുധം ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ യാൺ അത് മനസ്സിലാക്കി പെട്ടെന്ന് അവന്റെ ശക്തി ഉപയോഗിച്ച് അതൊക്കെ തടയുകയായിരുന്നു. അതിനുശേഷം അപകടം എന്ന് പറഞ്ഞുകൊണ്ട് യൂണറിനെയും എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം അവർ മറ്റൊരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് യൂണർ ചോദിക്കുന്നു. യാൺ പറയുകയാണ്, വളരെ വിചിത്രകരമായിട്ടുള്ള ആയുധമാണ് അവരുടെ കയ്യിലുള്ളത്. യാൺ അതിനുശേഷം അവന്റെ ഫ്ലെയിംസ് പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു. അപ്പോ യൂണർ പറയുകയാണ്, വേണ്ട, ഇത് അവരുടെ നേരെ പ്രയോഗിക്കേണ്ട, അവരുടെ ഉള്ളിൽ ശക്തിയൊന്നുമില്ല, അവർ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ യാൺ അത് വേണ്ട എന്ന് വെക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആ കാട്ടുവാസികളെ പോലെയുള്ളവർ യാണിനെയും യൂണറിനെയും വളയുന്നു. ചിലർ പുറകിലും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ യാണിനെ എല്ലാവരെയും ഒരേ സമയം തടയാനായില്ല. അവരുടെ അറ്റാക്ക് യാണിന്റെ കഴുത്തിലൂടെ ഉരഞ്ഞു പോവുകയായിരുന്നു. യൂണറിന്റെ കയ്യിലൂടെയും ഉരഞ്ഞു പോവുകയായിരുന്നു. അതായത് യാണിനെയും യൂണറിനെയും കൊല്ലാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. പക്ഷേ ഉടനെ തന്നെ അവർ ബോധം കെട്ടു വീഴുന്നു. പിന്നെ അവർ മറ്റൊരു സ്ഥലത്തായിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരെ ബന്ധനസ്ഥതയിലാക്കിയിട്ടില്ല. കുറച്ചു കഴിയുമ്പോൾ യാണിന് ബോധം വരുന്നു. അവൻ എവിടെയാണെന്ന് യാണിന് മനസ്സിലാകുന്നില്ല. തൊട്ടടുത്ത് യൂണറും ബോധമില്ലാതെ കിടക്കുന്നു. അല്പനേരം വിളിച്ചു കഴിയുമ്പോൾ തന്നെ യൂണറും എഴുന്നേൽക്കുന്നുണ്ട്. യൂണർ
നമ്മളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അറിയില്ല എന്ന് യാൺ പറയുന്നു. അപ്പോഴാണ് യൂണറിന്റെ കയ്യിലെ മുറിവൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നത്. യൂണർ അപ്പോൾ യാണിന്റെ കഴുത്തിലെ മുറിവും വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. യാൺ അപ്പോൾ അവന്റെ ശക്തി ഉപയോഗിച്ച് യൂണറിന്റെ ബോഡി ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്തു നോക്കുന്നു. അപ്പോഴാണ് യൂണറിന്റെ ഉള്ളിലുള്ള ശക്തി ക്ഷയിച്ചു വരുന്നതായിട്ട് കാണുന്നത്. യൂണറിനോട് അവളുടെ ശക്തി പ്രയോഗിക്കാൻ പറയുന്നു. എന്നാൽ യൂണറിന് അവളുടെ ശക്തിയൊന്നും പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുവഴി യാണിന് മനസ്സിലാകുന്നു അവരെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവരുടെ ശരീരത്തിലൂടെ വിഷം പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂണറിന്റെ മെറിഡിയൻസ് ഒക്കെ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. യൂണർ അപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വിഷം യാണിന് ഏൽക്കാത്തത് എന്നാണ്. യാൺ അപ്പോൾ പറയുന്നത് അത് അവന്റെ ഉള്ളിലുള്ള ഹെവൻലി ഫ്ലെയിംസ് കാരണമായിരിക്കാം എന്നാണ്. യൂണർ അപ്പോൾ അതുപയോഗിച്ച് അവളെയും ഹീൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ യാൺ പറയുന്നത് അത് സാധിക്കില്ല എന്നാണ്. അവന്റെ ഫ്ലെയിംസ് ഉപയോഗിച്ച് അവളെ ഹീൽ ചെയ്യുകയാണെങ്കിൽ അത് അവൾക്ക് കൂടുതൽ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ അവരുടെ അടുത്തേക്ക് വരുന്നു. അവർക്ക് കുടിക്കാൻ വേണ്ടി 2 വലിയ ജാറിൽ വെള്ളവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അത് കുടിക്കാൻ വേണ്ടി യാണിനെയും യൂണറിനെയും നിർബന്ധിക്കുന്നു. അതുവഴി അവരുടെ ശരീരത്തിലെ പോയിസൺ ഒക്കെ പോകും. പക്ഷേ 3 ദിവസത്തേക്ക് അവരുടെ ഉള്ളിലുള്ള ശക്തിയൊന്നും പ്രയോഗിക്കാനാകില്ല. വേറെ നിവൃത്തിയില്ലാതെ അവരത് കുടിക്കാൻ പോലും തയ്യാറാകുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ യാണും യൂണറും അവരുടെ ചീഫ് ആയിട്ടുള്ള പെണ്ണിനോട് എന്തിനാണ് അവരിങ്ങനെ തടവറയിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ബ്ലാക്ക് ഫ്ലെയിം വാലി വില്ലേജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവരുടെ ചീഫാണ് ഈ സ്ത്രീ. ചീഫ് പറയുന്നത് വേറൊന്നുമല്ല, അവരുടെ വില്ലേജിലേക്ക് യാണും യൂണറും അതിക്രമിച്ച് കയറിയെന്നാണ്. അപ്പോ യാൺ പറയുകയാണ് ഞങ്ങൾ മെഡിസിൻ മെർച്ചന്റ്സ് ആണ്, ഞങ്ങൾ ബേണിംഗ് ഫ്ലെയിം വാലിയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ വഴി തെറ്റി ഇവിടെ പെട്ടുപോയതാണ്. അതിനിടയ്ക്ക് നിങ്ങളുടെ ആളുകൾ ഞങ്ങളെ ആക്രമിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവർ പറയുന്നത് എല്ലാം തന്നെ നുണയാണെന്ന് ചീഫിന് മനസ്സിലാകുന്നു. യാണാകട്ടെ അത് സത്യമാണെന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പോ ചീഫ് പറയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഹുൻഷ്യാൻ എംപറർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് സെൻട്രൽ പ്ലെയിനിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് അവരിങ്ങോട്ട് വന്നതായിരുന്നു. ബ്ലാക്ക് സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് അവർ ചെയ്യുന്നത്. ചില സമയങ്ങളിലൊക്കെ ബേണിംഗ് ഫ്ലെയിം വാലിയിലുള്ള മാസ്റ്റേഴ്സുമായിട്ട് അവർ ഇടപാടുകൾ നടത്താറുണ്ട്. നിങ്ങൾ വ്യാപാരികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബേണിംഗ് ഫ്ലെയിം വാലിയിലേക്കുള്ള വഴി ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. യാണപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വെറുതെ വിടണ, ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല എന്നൊക്കെ പറയുന്നു. അപ്പോ ആ ചീഫ് പറയുകയാണ് നിങ്ങളെ വെറുതെ വിടാനോ, ഞങ്ങളുടെ ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ ഇപ്പോൾ വെറുതെ വിടുകയാണെങ്കിൽ പുറമെയുള്ള കുറെ ആളുകളുമായിട്ട് നിങ്ങൾ തിരികെ വരും. അത് ഞങ്ങളുടെ ഗ്രാമത്തിന് ആപത്താണ്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾ മരണമേറ്റു വാങ്ങിക്കോളൂ. എന്നാൽ ചീഫ് യൂണറിന്റെ നേരെ കൈ ചൂണ്ടിയത് യാണിന് ഒട്ടും ഇഷ്ടമായില്ല. യാണപ്പോൾ യൂണറിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തും സഹിച്ച് അവരോട് റിവഞ്ച് എടുക്കുമെന്നൊക്കെ പറയുന്നു. ചീഫ് ആകട്ടെ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല അവരവിടെ ആയിരിക്കുമ്പോൾ പണിയെടുക്കാതെ ഒന്നും അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ യാണിനോട് ഒരു ബ്ലാക്ക് സ്മിത്ത് ആകാൻ ആവശ്യപ്പെടുന്നു. യൂണറിനാകട്ടെ തുന്നൽ പണികളൊക്കെ കൊടുക്കുന്നു. അവർക്ക് വേണ്ട വസ്ത്രങ്ങളും കൊടുക്കുന്നു. അതൊക്കെ അനുസരിക്കുകയല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കൊല്ലപ്പണിക്ക് പോകുമ്പോഴാണ് യാൺ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ വാളുണ്ടാക്കിയ പവർഫുൾ ആയിട്ടുള്ള അതേ ഇരുമ്പുകൾ തന്നെയാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത്. മെഡിസിൻ എൽഡർ ആണ് അവനോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഇരുമ്പൊക്കെ ഫോർജ് ചെയ്യണമെങ്കിൽ ഹെവൻലി ഫ്ലെയിംസ് തന്നെ വേണമെന്നാണ് അവന്റെ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. യാൺ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സാധാരണ തീ പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് സാധാരണ തീയല്ല. എന്നാൽ എന്താണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് അവന് മനസ്സിലാകുന്നില്ല. യൂണർ ആകട്ടെ തുന്നല് അത്യാവശ്യം ചെയ്യുന്നുണ്ടെങ്കിലും സൂചി കൊണ്ട് കൈമുറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ പണി ചെയ്ത് കിട്ടിയ ഫുഡ് ഒരുമിച്ച് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്താണ് അവർ കഴിക്കുന്നത്. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ സമയത്ത് അവിടെയുള്ള ഫയറിനെ കുറിച്ച് യാൺ പറയുന്നുണ്ട്. ബ്ലാക്ക് ഫ്ലെയിം വാലി എന്നാണല്ലോ അത് അറിയപ്പെടുന്നത്. ആ ഫയർ ഒരു പക്ഷേ ബ്ലാക്ക് ഫ്ലെയിം ആയിരിക്കാം. അവർ പുറമെയുള്ളവരെ ഭയപ്പെടാനുള്ള കാരണവും ഈ ഫയർ തന്നെ ആയിരിക്കാം. പുറമെയുള്ളവർ അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ അത് സ്വന്തമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയൊക്കെ മുൻകരുതലുകൾ എടുക്കുന്നത്. മിക്കവാറും ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷൂ ആൻഡ് ചേഞ്ചുമായിട്ട് ഈ ഫ്ലെയിമിന് എന്തോ ബന്ധമുണ്ട്. സമയം കിട്ടുമ്പോൾ ഇവിടെയുള്ള സ്ഥലമൊക്കെ നന്നായിട്ട് പരിശോധിക്കണം. നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. രാത്രിയിലാകട്ടെ യാൺ യൂണറിന്റെ അടുത്തേക്ക് വന്ന് യൂണറിന്റെ കയ്യിലെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നു. തുന്നുന്ന സമയത്ത് സൂചി കൊണ്ട് എല്ലാ വിരലുകളിലും അവൾക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഒരു വിരലിൽ തന്നെ സൂചി കൊണ്ട് കുത്തിയ ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു. യാൺ അപ്പോ ചിരിച്ചുകൊണ്ട് യൂണറിനോട് പറയുകയാണ് ആദ്യമായിട്ടാണ് നിന്നെ ഇത്രയും നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ കാണുന്നത്. അല്പം കഴിയുമ്പോൾ യൂണർ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകുന്നു. യാൺ ആകട്ടെ എല്ലാ മുറിവുകളും പതുക്കെ വേദനിപ്പിക്കാതെ വെച്ച് കെട്ടിയതിനു ശേഷം അവളുടെ കൈ അവന്റെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് യൂണറിനോട് പറയുകയാണ് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. അതിനുശേഷം അവിടെയുള്ള ഗ്രാമവാസികൾ അവർക്ക് വേണ്ടി ഒരു സെർമണി തന്നെ വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ സെർമണിയിലേക്ക് യൂണറിനെ ഒക്കെ പ്രത്യേക രീതിയിൽ അവർ ഒരുക്കുന്നുമുണ്ട്.
പുതിയതായിട്ട് ഗ്രാമത്തിലേക്ക് വരുന്നവർക്കാണ് അങ്ങനെ ഒരു സെർമണി അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ആ സെർമണി തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ അടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ചീഫ് ഉടനെ തന്നെ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയാണ്, എല്ലാവരെയും സുരക്ഷിതരാക്കൂ, ബ്ലാക്ക് ഫ്ലെയിം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. യാൺ ഉടനെ തന്നെ ചീഫിന്റെ അടുത്ത് വന്ന് എന്താണ് ഈ ബ്ലാക്ക് ഫ്ലെയിം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ ചീഫ് എല്ലാ കാര്യങ്ങളും യാണിനോട് പറയുകയാണ്. അവരുടെ ആ വില്ലേജിന് പുറകിൽ ഒരു ഗുഹയുണ്ട്, അവിടെയാണ് ഈ ബ്ലാക്ക് ഫ്ലെയിം ഉള്ളത്. എല്ലാ വർഷത്തിലും ഏതെങ്കിലും ഒരു സമയത്തായിട്ട് അത് പൊട്ടിത്തെറിക്കാറുണ്ട്. യാൺ അപ്പോൾ നിങ്ങൾ അയണൊക്കെ ഫോർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഫ്ലെയിം ആണോ, ഇത് ഹെവൻലി ഫ്ലെയിം ആണോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ആ ചോദ്യം കേട്ട് കഴിയുമ്പോൾ ചീഫിന് യാണിനെ ആകെ സംശയമാകുന്നു. അവന്റെ കഴുത്തിന് എന്തോ വെച്ചിട്ട് നീ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും മറ്റൊരു ഗ്രാമവാസി വന്നിട്ട് ചീഫിനോട് അവിടെയുള്ള ഒരാളെ കാണാനില്ല എന്ന് പറയുന്നു. ഫയർവുഡ് ശേഖരിക്കാൻ വേണ്ടി അവൻ ഗുഹയിലേക്ക് കയറി പോയതായിരുന്നു. എന്നാൽ ആ ഫ്ലെയിം പൊട്ടിത്തെറിച്ച സമയത്ത് അവൻ അവിടെ ട്രാപ്പായി പോയെന്നാണ് തോന്നുന്നത്. ഉടനെ തന്നെ യാൺ പറയുന്നത് യാണിന് അയാളെ രക്ഷിക്കാനാകും, ഉടനെ തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. അവർക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് യാണിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് യാൺ ചീഫിനോട് ചോദിക്കുന്നത് ആ ഫ്ലെയിമിന്റെ പേരെന്താണെന്നാണ്. ആദ്യം ചീഫ് അത് പറയാൻ മടിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പെട്ടുപോയ ആ ഗ്രാമവാസിയെ രക്ഷിക്കണമെങ്കിൽ അത് പറഞ്ഞേ മതിയാകൂ എന്ന് യാൺ പറയുന്നു. അപ്പോ ആ ഫ്ലെയിമിന്റെ പേര് ചീഫ് പറയുന്നത് വോൾക്കാനോ റോക്ക് ഫ്ലെയിം എന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ യാണിന് മനസ്സിലാകുന്നു 17ാമത്തെ റാങ്കിലുള്ള ഹെവൻലി ഫ്ലെയിം ആണ് അതെന്ന്. യാൺ ആകട്ടെ അത് കേട്ടതിന് ശേഷം ഉടനെ തന്നെ ആ കുട്ടിയെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ കുടുങ്ങിപ്പോയത് ഫയർവുഡുകളൊക്കെ ശേഖരിക്കാൻ പോയ ഒരു കുട്ടിയായിരുന്നു. യൂണർ അപ്പോൾ യാണിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നുണ്ട്. എന്നാൽ യാൺ തനിക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഷീൽഡ് ഉണ്ടാക്കി ആ കുട്ടിയുടെ അടുത്ത് പോയി കുട്ടിയെ രക്ഷിക്കുന്നു. അവിടെ പെട്ടുപോയ ആ കുട്ടിയാകെ പേടിച്ചു പോയിരുന്നു. യാൺ ആകട്ടെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഹെവൻലി ഫ്ലെയിം ഉപയോഗിച്ച് വോൾക്കാനോ റോക്ക് ഹെവൻലി ഫ്ലെയിമിനെ അവൻ കീഴടക്കുകയായിരുന്നു. അപ്പോഴാണ് യാണിന്റെ ഒരു കാര്യം മനസ്സിലായത്, അത് വെറും സബ്സിഡറി ഫ്ലെയിം ആയിരുന്നു. അതിനുശേഷം അവിടുത്തെ ചീഫും ഗ്രാമവാസികളും കൂടി അവിടെ പെട്ടുപോയ ആ കുട്ടിയെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നു. യാൺ അപ്പോഴാണ് അവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു കല്ല് കാണുന്നത്. ചീഫിനോട് പോകുന്നതിന് മുമ്പ് ആ കല്ല് പണ്ട് മുതലേ അവിടെ തന്നെ ആയിരുന്നു എന്ന് ചോദിക്കുന്നു. ചീഫ് അപ്പോൾ അതിന്റെ സ്ഥാനം പണ്ട് മുതലേ അവിടെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നു. യാൺ അപ്പോൾ എന്തോ സംശയം തോന്നി യൂണറിന്റെ കൂടെ ആ കല്ലിന്റെ അടുത്ത് ചെന്ന് നോക്കുന്നു. അപ്പോഴാണ് ഷിയോക്ലാന്റെ ടാറ്റു ആ കല്ലിൽ പതിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. യാൺ അതിൽ തൊടുമ്പോൾ തന്നെ ആ കല്ല് നീങ്ങുന്നു. അപ്പോഴാണ് അതിന്റെ അടിയിൽ അവർ ഒരു പെട്ടി കാണുന്നത്. ആ പെട്ടി തുറന്നു നോക്കുമ്പോഴാകട്ടെ അതിന്റെ ഉള്ളിൽ ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവൻ ചേഞ്ചിന്റെ ഒരു ചേഞ്ചും അവർക്ക് കിട്ടുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ അവർ അന്വേഷിച്ചു വന്ന സാധനം അവർക്ക് കിട്ടി. പിന്നെ ആ തീയിൽ പെട്ടുപോയ കുട്ടിയുടെ അടുത്ത് യാൺ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ സംഭവത്തിന് ശേഷം ആ കുട്ടിയുടെ ബോധം പോയിരുന്നു. ചീഫ് ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ യാണിനോട് ചോദിക്കുന്നു. യാൺ അപ്പോൾ പറയുന്നത് ഫയർ പോയിസൺ ഒന്നും ആ കുട്ടിയുടെ മേൽ പ്രവേശിച്ചിട്ടില്ല, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പേടി കൊണ്ട് ഇങ്ങനെയൊക്കെ ബോധം കെട്ട് വീണതാണ്, ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഓക്കെ ആകുമെന്നൊക്കെ പറയുന്നു. ചീഫ് ആകട്ടെ അതിനുശേഷം നല്ല രീതിയിലായിരുന്നു യാണിനെ ട്രീറ്റ് ചെയ്തത്. യാണിന് കുടിക്കാനൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷം അവന് എന്താണ് വേണ്ടതെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചോളാൻ പറയുന്നു. അപ്പോ യാൺ അവനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയുന്നു. അവന്റെ പേര് ഷിയോയാൺ എന്നാണെന്നും അവൻ മെഡിസിൻ എൽഡറിന്റെ ശിഷ്യനാണെന്നും ഷിയോക്ലാന്റെ ഒരു പാരമ്പര്യ സ്വത്ത് അവിടെയുണ്ട്, അത് തിരിച്ചെടുക്കാനാണ് വന്നതെന്നും പറയുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്ന് കിട്ടിയ ആ പെട്ടിയും കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവർ സന്തോഷത്തോടെ നീ ഷിയോക്ലാൻ എന്നുള്ളതാണോ എന്ന് ചോദിക്കുന്നു. യാൺ അപ്പോൾ അവൻ ഷിയോക്ലാൻ എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ ആൻഷ്യന്റ് ജേഡ് കാണിച്ചു കൊടുക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് വിശ്വാസമാകുന്നു. യാൺ ആകട്ടെ അവർക്ക് ഷിയോക്ലാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് സന്തോഷത്തോടെ ചീഫ് അവരുടെ ചരിത്രം പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഹുൻഷ്യാൻ എംപറർ വലിയ നാശനഷ്ടങ്ങളായിരുന്നു ലോകത്ത് വിതച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ആളുകൾ അതുമൂലം മരിച്ചു. അന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ഷിയോഷുവാനും ഷിയോക്ലാനിലെ മറ്റുള്ള ഹീറോസും അതുവഴി കടന്നുപോയത്. അവരായിരുന്നു ഞങ്ങളെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി വോൾക്കാനോ റോക്ക് ഫ്ലെയിമിന്റെ സബ്സിഡറി ഫ്ലെയിം ഇവിടെ അവശേഷിപ്പിച്ചതും. അതുപയോഗിച്ചാണ് ഇവിടെയുള്ള പവർഫുൾ ആയിട്ടുള്ള അയൺ ഒക്കെ ഞങ്ങൾ ഫോർജ് ചെയ്യുന്നത്. അപ്പോൾ യാൺ പറയുകയാണ്, സത്യത്തിൽ അവർ വോൾക്കാനോ റോക്ക് ഫ്ലെയിം ഇവിടെ അവശേഷിപ്പിച്ചതിനുള്ള കാരണം ഞങ്ങളുടെ ഈ പാരമ്പര്യ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ചീഫ് അപ്പോൾ ആ പെട്ടി യാണിന് തന്നെ തിരികെ കൊടുക്കുന്നു. യാൺ ആകട്ടെ ആ സബ്സിഡറി ഫ്ലെയിം അവർക്ക് തിരികെ കൊടുക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇനി അത് പൊട്ടിത്തെറിക്കില്ല, മറിച്ച് അത് ഫർണസിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇതുവഴി ഇനി മുതൽ അവർക്ക് ഒരു അപകടവും ഇല്ലാതെ അയൺ ഒക്കെ ഫോർജ് ചെയ്യാനാകും. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചീഫ് പറയുന്നത് വേറൊന്നുമല്ല, വർഷങ്ങൾ
വർഷങ്ങളായിട്ട് ഷിയോക്ലാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രത്യുപകാരം ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോ യാൺ പറയുകയാണ്, വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ സ്ഥലം സംരക്ഷിച്ചു പോരുകയായിരുന്നില്ലേ, അത് ഞങ്ങളുടെ ഈ പാരമ്പര്യ സ്വത്ത് സംരക്ഷിക്കുന്നത് പോലെ തന്നെയായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഗ്രാമവാസികൾ അവരെ യാത്ര പറഞ്ഞയക്കുന്നതായിട്ട് കാണിക്കുന്നു. യാൺ അവർക്ക് വാക്കു കൊടുക്കുന്നുണ്ട്, ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും പുറത്തുള്ള ആരോടും പറയില്ല എന്നൊക്കെ. ആ സ്ഥലം വിട്ടുപോകുന്നതിന് മുമ്പ് യാൺ ഒന്നുകൂടി ആ സ്ഥലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. എന്ത് മനോഹരമായിട്ടുള്ള ലൈഫാണ് ഈ ഗ്രാമവാസികൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ശക്തികളൊന്നുമില്ല, പക്ഷേ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണർ അപ്പോൾ അവരെ ഉപമിക്കുന്നത് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന പൂക്കളെ പോലെയാണ്. എങ്കിലും സോൾഹാളിനെ പോലെയുള്ളവർ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ഇതേപോലത്തെ സ്ഥലത്ത് മാത്രമേ അഭയം പ്രാപിക്കാനാവുകയുള്ളൂ എന്നാണ് യൂണർ പറയുന്നത്. ഇയാൺ അപ്പോൾ പറയുന്നത്, ഒരു യഥാർത്ഥ പവർ ഹൗസിന് മാത്രമേ ഈ ലോകത്തേക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതിനുശേഷം അവർ സ്റ്റാർഫോൾ ഹാളിൽ എത്തി അവിടെ ഉണ്ടായിരുന്ന ഫെങ്ഷിയാനെയും യാഫിനെയും അവർക്ക് കിട്ടിയ ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ച് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അത് ആദ്യത്തെ ചേഞ്ച് മാത്രമായിരുന്നു. അതേപോലത്തെ 3 ചേഞ്ചുകൾ ഉണ്ട്. മറ്റുള്ളവ എവിടെയാണെന്ന് അവർക്ക് ഒരു ഐഡിയയും ഇല്ല. അതൊരു പക്ഷേ ഷിയോഷുവാൻ മരിച്ച ഹെവൻലി ടൂംബിൽ ഉണ്ടാകുമെന്നാണ് യാഫൈ പറയുന്നത്. പക്ഷേ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഹെവൻലി ടൂം എവിടെയാണെന്നുള്ളത് ഒരു സീക്രട്ട് ആയിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നു. ഫെങ്ഷിയാൻ അപ്പോൾ യൂണറിനോട് ചോദിക്കുകയാണ്, ഗോക്ലാനും ഷിയോക്ലാനും തമ്മിൽ ബന്ധമുള്ളതല്ലേ? ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ചിന്റെ ഏതെങ്കിലും ചേഞ്ചുകളെ പറ്റി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എവിടെയെങ്കിലും കണ്ടതായിട്ടോ നീ ഓർക്കുന്നുണ്ടോ? യൂണർ ഹെവൻലി ടൂം എന്ന് കേട്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യൂണർ പറയുകയാണ്, ഞങ്ങളുടെ സ്ഥലത്തും ഒരു ഓൾട്ടർ ഉണ്ട്. അത് പറയപ്പെടുന്നത് ഷിയോക്ലാന്റെ ഹീറോസ് ഒക്കെ മരിച്ച സ്ഥലമാണ്, അവരെക്കുറിച്ച് ഓർത്തൊക്കെ വിലപിക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ്. ഒരു പക്ഷേ ഷിയോഷുവാൻ അവിടെ വെച്ചായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ചിന്റെ അടുത്ത വോളിയം നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഫെങ്ഷിയാൻ യാണിനോട് പറയുകയാണ്, അത് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ആദ്യമേ തന്നെ ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ചിന്റെ ആദ്യത്തെ ചേഞ്ച് ആയിട്ടുള്ള ഇത് നീ പഠിക്കാൻ നോക്കൂ. യാൺ അപ്പോൾ ഉടനെ തന്നെ അത് പഠിക്കാൻ തീരുമാനിക്കുന്നു. സ്റ്റാർഫോൾ ഹാളിന്റെ ഓൾട്ടറിൽ വെച്ച് ഫെങ്ഷിയാന്റെ സഹായത്തോടെയാണ് അത് ചെയ്യുന്നത്. ഫെങ്ഷിയാൻ തുടങ്ങുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, ഷിയോക്ലാന്റെ യഥാർത്ഥ ബ്ലഡ് ലൈൻ അല്ല അവന്റെ ശരീരത്തിൽ ഉള്ളതെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും അവന് ഉണ്ടാകാൻ പോകുന്നതെന്ന്. എന്നാൽ അതെല്ലാം തന്നെ സഹിക്കാൻ യാൺ തയ്യാറായിരുന്നു. ഫെങ്ഷിയാൻ അവന്റെ മെറീഡിയൻസിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടായിരുന്നു അവനെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഷിയോക്ലാന്റെ യഥാർത്ഥ ബ്ലഡ് ലൈൻ ആണ് യാണിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ യാൺ അതിൽ വിജയിക്കുന്നു. അതിൽ നിന്നുള്ള ശക്തികൾ അവന്റെ നെറ്റിയിലേക്ക് പ്രവേശിക്കുന്നു. ഷിയോക്ലാന്റെ ടാറ്റു അപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. ഫെങ്ഷിയാൻ ആകട്ടെ സന്തോഷത്തോടെ അവനോട് ഫ്ലെയിം മന്ത്രം ഉപയോഗിക്കാതെ ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ച് ഉപയോഗിച്ച് അവന്റെ ഫ്ലെയിംസ് ഉപയോഗിക്കാൻ പറയുന്നു. ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം ആയിരുന്നു അവൻ ഉപയോഗിച്ചത്. എന്നാൽ ഹെവൻലി ഫ്ലെയിം ട്രിപ്പിൾ ഷുവാൻ ചേഞ്ചിന്റെ സഹായത്തോടെ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ വ്യത്യാസം വളരെ വലുതായിരുന്നു. അത്രമാത്രം പവർഫുൾ ആയിരുന്നു അത്. ഫെങ്ഷിയാൻ അപ്പോൾ സന്തോഷത്തോടെ പറയുകയാണ്, ഷിയോക്ലാൻ എന്നുള്ള മറ്റൊരാൾ കൂടി സോൾഹാളിനെതിരെ പോരാടാൻ പോകുന്നു. പിന്നെ കാണിക്കുന്നത് പിൽ മന്ത്രാസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയാണ്. എന്തിനു വേണ്ടിയാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോ ഒരുപക്ഷെ യാണിന് വേണ്ടിയായിരിക്കാം. സൂഷി അവൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നാൽ സൂഷിയെ അവളുടെ അടുത്തൊന്നും ഇരുത്താൻ ലിറ്റിൽ ഫെയറി ഡോക്ടർ തയ്യാറാകുന്നില്ല. അതെല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, സൂഷിയോട് പോയി റെസ്റ്റ് എടുത്തോളാനാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നത്. അവസാനം കുറെ എഴുതി ലിറ്റിൽ ഫെയറി ഡോക്ടർ ഉറങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോ യൂണർ അങ്ങോട്ട് വരികയും അവളുടെ അവസ്ഥ കണ്ട് അവളെ പുതപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോഴാണ് അവൾ എഴുതിയ കുറെ എഴുത്തുകളൊക്കെ അവിടെ കാണുന്നത്. അതിൽ യാണിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ചൈനീസ് വായിക്കാൻ അറിയാത്തത് കൊണ്ടും അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും യൂണർ അത് കണ്ടിട്ടും ദേഷ്യപ്പെടുന്നില്ല. കാരണം യൂണറിന്റെ ലവ് എന്നത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലവ് അല്ല. യാണിന്റെ നന്മ മാത്രമേ യൂണർ ആഗ്രഹിക്കുന്നുള്ളൂ. അതിപ്പോ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ കൂടെ ആയിരുന്നാൽ പോലും യൂണർ ഹാപ്പിയാണ്. പിന്നെ അടുത്ത ദിവസം യാണും എല്ലാവരും ഫെങ്ഷിയാന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. യാണിന് പിൽ ടവറിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഫെങ്ഷിയാൻ പറയുന്നത്. അവിടെ വെച്ച് മൂഗോയെ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ഫെങ്ഷിയാൻ യാണിനോട് പറയുന്നത്. യാണിന്റെ കൂടെ കിങ്ലുവാനെയും വിടുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ യാണിനെ സഹായിക്കാൻ തന്നെയും വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ യാൺ പറയുന്നത് അത് വളരെ ഡേഞ്ചറസ് ആണ്, അവൾ അവിടെ തന്നെ നിന്നാ മതിയെന്നാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടറിന് അത് കേട്ട് വിഷമമാകുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിനക്ക് ഒരു ബുദ്ധിമുട്ടാകില്ല, തീർച്ചയായും എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടാകാതിരിക്കില്ല. യൂണറും അത് ശരിയാണെന്ന് പറയുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കെട്ടിപ്പിടിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു യൂണർ സംസാരിച്ചത്. അവൾ തീർച്ചയായും യാണിന് ഒരു ഉപകാരം
വികാരമായിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഏത് അപകട സാഹചര്യത്തിലും കൂടെ ഉണ്ടാകുന്നവരാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ നീ ഒരു ഫ്രണ്ട് ആയിട്ട് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയും നീ കൂടെ കൊണ്ടുപോകണം. ഫെങ്ഷിയാൻ അപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് പറയുകയാണ്, നിന്നെ രക്ഷിച്ച സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞതാണ്, പുറമെയുള്ള ആരെയും ഞാൻ അങ്ങനെ രക്ഷിക്കാറില്ല എന്ന്. ഫെങ്ഷിയാൻ എന്താണ് പറയുന്നതെന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടറിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ യാൻ പറയുകയാണ്, മാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? നീ പുറമെയുള്ള ഒരാളല്ല എന്ന്, അതായത് നിന്നെ ഒരു ശിഷ്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അത് കേട്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. ഒരുപാട് നന്ദി പറഞ്ഞു വണങ്ങാനൊക്കെ ഒരുങ്ങുന്നു. എന്നാൽ ഫെങ്ഷിയാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, സ്റ്റാർഫോൾ ഹാള് മറ്റുള്ള ഫാക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. നിന്നെ ഞാൻ ശിഷ്യയായിട്ട് സ്വീകരിക്കുമെങ്കിലും എനിക്ക് നിന്നെ ഒന്നും പഠിപ്പിക്കാനാകില്ല. എല്ലാം നീ തന്നെയാണ് സ്വയം പഠിക്കേണ്ടത്. പുരോഗമനം ഉണ്ടാകുന്നതൊക്കെ നിന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നീ സ്റ്റാർഫോൾ ഹാളിന്റെ മാത്രം ശിഷ്യയായിരിക്കാനേ പാടുള്ളൂ. ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുകയാണ്, ഇത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഫെങ്ഷിയാൻ യാണിന്റെ കൂടെയൊക്കെ പോകാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ സമ്മതിക്കുന്നു. അവസാനം അവരോട് കെയർഫുൾ ആയിരിക്കാനും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.